നനയാൻ കൊതിച്ചപ്പോഴേക്കും ആ മഴ തോർന്നുപോയി. എൻ്റെ കൂടെയുള്ളത് ഹാജിറ. അവളുടെ തണലാദേഹി ഈ കഥയുടെ എഴുത്തുകാരിയാണ്. ഒരമ്മയുടെ പ്രണയം. തൻ്റെ ഭർത്താവ് തന്നെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ എന്നറിയുന്ന ഒരു ഭാര്യ. ആ ഭാര്യയ്ക്ക് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മറ്റൊരു പ്രണയമുണ്ടായിരുന്നു. ഒരിക്കലും ആ പ്രണയത്തെ മറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തന്നെ മാത്രം സ്നേഹിച്ച് തനിക്ക് വേണ്ടി ജീവിച്ച് തൻ്റെ വാർദ്ധക്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് സർവീസിലിരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്ത ഭർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോയ ഒരമ്മയുടെ കഥയാണിത്. ഹാജിറ തലശ്ശേരിക്കാരിയാണ്. 15 വർഷം മുമ്പ് വയനാടിൻ്റെ മകളായി ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. വായിക്കാൻ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ ഒരു വർഷം എത്ര പുസ്തകം വായിക്കാന്നുള്ള ഒരു മത്സരമായിരുന്നു. ഈ ഇന്റർവ്യൂ പൂർണ്ണമായിട്ടും കാണണേ. ഈ പുസ്തകം വായിക്കുകയും ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. ഉള്ളു നിറയെ പ്രണയമുണ്ടായിട്ടും നൽകാനോ സ്വീകരിക്കാനോ കഴിയാതെ പോയവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പുസ്തകമാണ്. ഒരു ജീവിത അനുഭവമാണ് ഈ കഥ. എനിക്ക് തോന്നുന്നു പ്രണയമില്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. ഇല്ല, എല്ലാവരിലും പ്രണയം വേണം. അതെ, നമ്മളെ പിടിച്ചു നിർത്തുന്നതും നിലനിർത്തുന്നതും പ്രണയമാണല്ലോ. അതെ, അത് കഴിഞ്ഞു പോയതാണെങ്കിലും ഇനി വരുമെന്നുള്ള പ്രതീക്ഷയിലാണെങ്കിലും ഒരു പ്രണയം എല്ലാവർക്കും വേണം. പുസ്തകം ഇത് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. എഴുതി വെച്ച കുറെ കഥകളുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് പബ്ലിഷ് ചെയ്യണം. കവിതകൾ എഴുതാറുണ്ടോ? കവിതകൾ എഴുതാറില്ല. നന്നായിട്ട് ആസ്വദിക്കും. എനിക്ക് ഇഷ്ട കവിതകൾ.